കേരള NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കെ കരുണാകരൻ മെമ്മോറിയൽ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ ഡയറക്ടറും ജില്ലാ പഞ്ചായത്ത് ജീവനക്കാരനും കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന ഈ നാടിൻ്റെ പ്രിയപ്പെട്ട ടി സിജുവിൻ്റെ അകാല നിര്യാണത്തിൽ ഈ യോഗം അനുശോചനം രേഖപ്പെടുത്തുന്നു. പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന ആൾ വരുന്നുണ്ട്, അതിന് സഹായം ചെയ്യണമെന്ന് വിളിച്ച് പറഞ്ഞാൽ സിജു ആ കാര്യം നിർവഹിച്ച് തിരിച്ച് ഇങ്ങോട്ട് വിളിക്കും. ആ കാര്യം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇനി അഥവാ അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു പേപ്പർ വാങ്ങിക്കൊണ്ടുവരേണ്ട ഒരു കേസാണെങ്കിൽ പോലും അത് വാങ്ങി തിരിച്ച് ഇവിടെ എത്തിച്ചു തരുന്ന ഒരു അത്രയും ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരം ചെയ്യുന്ന പ്രിയപ്പെട്ട ഒരു ആളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സിജു. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ നമുക്ക് വിശ്വസിച്ചു ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു സിജു. കാരണം സാധാരണക്കാരായ ജനങ്ങൾ എന്താവശ്യത്തിന് വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റ പേരെ നിർദ്ദേശിക്കാറുണ്ട്. കാരണം സിജു എന്ത് തിരക്കുണ്ടെങ്കിലും ശരി, ജില്ലാ പഞ്ചായത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി അവരുടെ കാര്യം സാധിച്ച് ശരിയാക്കി കൊടുക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് എല്ലാവരെയും സഹായിക്കാനും എല്ലാവരോടും വളരെ വിനയത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടി പെരുമാറിയിരുന്ന ഒരു മഹൽ വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സിജുവിൻ്റെ വേർപാട് നാട്ടുകാർക്ക് മാത്രമല്ല, ഞങ്ങൾ സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിവിൽ സ്റ്റേഷനെ ആശ്രയിക്കുന്ന ആളുകൾക്കുമുള്ള വലിയ നഷ്ടം തന്നെയാണ്. സർവീസ് സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ NGO അസോസിയേഷന് വേണ്ടി സിജു നടത്തിയിട്ടുള്ള പ്രവർത്തനം, സർവീസിൽ വന്ന ചെറിയ പ്രായം മുതൽ തന്നെ സംഘടനയുടെ ഭാഗമായി സംഘടനയുടെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച സിജു സിവിൽ സ്റ്റേഷൻ പോലെയുള്ള വലിയൊരു ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചുകൊണ്ടാണ് തൻ്റെ സർവീസ് സംഘടനാ രംഗത്ത് ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത്. ഞാൻ ഓർക്കാണ്, ചെറിയൊരു പ്രായത്തിൽ തന്നെ സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ നല്ല പ്രവർത്തനം നടത്തുകയും അതേപോലെ തന്നെ സർവീസ് സംഘടനാ പ്രവർത്തനത്തിനിടയിൽ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായി സിവിൽ സ്റ്റേഷനിലെത്തുന്ന ജില്ലയിലെ പലരും വിളിച്ചു പറയുമ്പോൾ അവരുടെ കൂടെ നടക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ സിജു ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ നാട്ടുകാരുടെ മാത്രം വിഷയങ്ങളായിരുന്നില്ല, ഈ ജില്ലയ്ക്കകത്തുള്ള പലരുടെയും ഇപ്പോൾ സംഘടനാ പ്രവർത്തകന്മാരും അല്ലാത്ത ആളുകളും വിളിച്ചു പറയുമ്പോൾ അതിനൊക്കെ പുറകെ നടന്നു പോകാൻ സിജു. വലിയൊരു സുഹൃത്ത് വലയം സിജുവിനുണ്ടായി. സിജുവിൻ്റെ ഒരു സുഹൃത്തുക്കളുടെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഒരു സംഘടനാ പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ ജീവനക്കാരുടെ മാത്രം ഒരു വലയമാണ് ഞാൻ കരുതുന്നത്. വലിയൊരു സുഹൃത്ത് വലയുള്ള ആളായിരുന്നു സിജു. ഇന്നലെ തന്നെ നമുക്ക് പല കാരണങ്ങളാണ്, രാത്രി വൈകി പല കാരണങ്ങളാണ് നമുക്ക് ഇന്ന് കോഴിക്കോട് സിവിൽ സ്റ്റേഷനകത്ത് ഒരു പൊതുദർശനം സാധ്യമായില്ല. ഇന്ന് രാവിലെയൊക്കെ പല സർവീസ് സംഘടനയിൽപ്പെട്ട ആളുകൾ, പല സുഹൃത്തുക്കൾ എല്ലാ ഭാഗത്തുനിന്നും വിളിച്ചിരുന്നതും സിവിൽ സ്റ്റേഷനകത്ത് രാവിലെ ഒരു പൊതുദർശനം ഏർപ്പാടാക്കേണ്ടതായിരുന്നു എന്ന് പരാതി പറഞ്ഞു. മനസ്സുകൊണ്ടുള്ള ഇടയെടുപ്പ് സിജുവും ഞാനും നമ്മളെല്ലാമായി സിജുമായി ഉണ്ടായിരുന്നു. ഞാൻ 2010 ആദ്യമായി ജില്ലാ പഞ്ചായത്ത് അംഗമായി ജില്ലാ പഞ്ചായത്തിലേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ അവിടെ NGO അസോസിയേഷൻ്റെ ആരാണുള്ളത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് സിജുവിനെ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് വല്ലാത്ത ഒരു ആത്മബന്ധം എല്ലാവരും എന്ന പോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് സിവിൽ സ്റ്റേഷനകത്ത് വിശ്വസിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും പറഞ്ഞയക്കാൻ ജില്ലാ പഞ്ചായത്തിൽ പോയി സിജുവിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ആ ആളുടെ കൂടെ പോയി ഏത് ഓഫീസിലാണോ പോകേണ്ടത് അവിടെയുള്ള പരിചയത്തിലുള്ള ആളെ കണ്ട് ആ കാര്യം സാധിച്ച് കൊടുക്കുന്ന എല്ലാ അർത്ഥത്തിലും അപ്രതീക്ഷിതം തന്നെയാണ്. കഴിഞ്ഞ ദിവസവും സിജുവിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ചില പുരോഗതികളുണ്ട്. ചികിത്സ നടത്തിയാൽ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടാകും എന്ന് മനസ്സിലാക്കുകയും ഇന്നലെ രാത്രി തികച്ചും മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് സിജുവിൻ്റെ മരണം ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. സിജു നാട്ടിലെ എല്ലാ ആളുകളുമായും ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്.
സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു ക്രിക്കറ്റ് പ്രേമി എന്നുള്ള രൂപത്തിലും അല്ലാതെ പൊതുപ്രവർത്തനത്തിൽ എന്നുപരി ആ നവമാധ്യമ രംഗത്തൊക്കെ വളരെ നന്നായി ഇടപെടുന്ന ഒരു കക്ഷി എന്ന രൂപത്തിലും നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ വളരെ മനോഹരമായി പഠിച്ചു കാണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ CPM-ൻ്റെയും അതുപോലെ എൻ്റെയും അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഇത് കയ്യിലിറങ്ങിയ തേങ്ങയുടെ കണ്ടറിയും ആരുമായും വളരെ വ്യക്തിബന്ധമിരിക്കുന്ന അടുക്കുന്ന ആരുടെ മനസ്സിലും ആഴത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തിത്വമായിരുന്നു സിജു. നേരത്തെ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് GBHS ഒരു ഗ്രൂപ്പ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെയാണ് അന്ന് 10-30 വർഷം മുമ്പ് ഞങ്ങളിന്നും ക്ലാസ്സിൽ നിന്ന് അകന്നു പോയ പലരെയും അദ്ദേഹമാണ് കൂട്ടിച്ചേർത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. പിന്നീട് പലരെയും അദ്ദേഹം കാണുന്ന സമയത്ത് ഓടിപ്പെടുത്ത് കെട്ടിപ്പിടിച്ച് ഒരു സെൽഫി എടുത്ത് ഇത് ഇന്ന ആളാണ് എന്ന് പറയുന്ന സമയത്താണ് ഇന്ന ആളായിരുന്നു, അയാളുടെ പേര് വരെ ചിലപ്പോൾ നമ്മളെല്ലാവരും മറന്നുപോയിട്ടുണ്ടാവും. അത്ര പോലും ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിച്ചിരുന്നു ഷിജു. ഒരുപാട് കാലം നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. അകാലം അദ്ദേഹത്തെ മരണം കീഴടക്കി എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അദ്ദേഹത്തിനും നാട്ടുകാർക്കും അദ്ദേഹത്തിനുണ്ടായ വേർപാടിൽ അഗാധമായ ഒരു ദുഃഖം രേഖപ്പെടുത്തുന്നു ഞാൻ എൻ്റെ പ്രസ്ഥാനവും. അവൻ്റെ സ്വഭാവവും അവൻ ചെയ്തു തീർക്കുന്ന എല്ലാ കാര്യത്തിലും ഇടപെടുന്ന സിജു ഇന്നൊരു ഓർമ്മയായി ഈ ഓർമ്മയ്ക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് NCPക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കുടുംബത്തിനും സുഹൃത്തുക്കളും. സിജു ലോകത്ത് നിന്ന് തന്നെ യാത്രയായി. മരണം അനിവാര്യമാണ്, ആർക്കും അതിനെ തടഞ്ഞു വെക്കാനൊന്നും കഴിയില്ല. പക്ഷെ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അപ്രതീക്ഷിതമായ മരണം, സിജുവിൻ്റെ മരണം പോലുള്ള മരണങ്ങൾ ഉണ്ടാക്കുന്ന വിടവ് ഒട്ടും ചെറുതല്ല. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സംഘടനാ രംഗത്ത്, എൻ്റെ തൊഴിൽപരമായ രംഗത്തൊക്കെ തന്നെ കൃത്യമായ ധാരണകളുള്ള, കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയിരുന്ന വ്യക്തി എന്ന രീതിയിലാണ് സിജുവിനെ എല്ലാവരും അനുസ്മരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് സിജു എന്തായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് സിജുവിൻ്റെ സംസ്കാരക്രിയയോട് ബന്ധപ്പെട്ട് സിജുവിനെ കാണാനെത്തിയ ആ മുഖം അവസാനമായത് കാണാനെത്തിയ ആ കൂട്ടത്തിന് തിരക്ക്. ഇതൊക്കെ പറഞ്ഞാലും മരണമാണ്, വിടവാണ്. നമ്മൾ എത്രയൊക്കെ സംസാരിച്ചാലും എത്രയൊക്കെ ആശ്വസിപ്പിച്ചാലും അകാലത്തിലുള്ള ഈ മരണം ഉണ്ടാക്കുന്ന വിടവ് ഏറെ വലുതാണ് കുടുംബത്തിനും സമൂഹത്തിനും ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും. പ്രിയപ്പെട്ട സിജുവിൻ്റെ മരണത്തിൽ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇനി ഒരുപാട് ഇടപെടലുകൾ നടത്തേണ്ടിയിരുന്ന അദ്ദേഹത്തിൻ്റെ അകാല വിയോഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പനങ്ങാട് മണ്ഡലം അശ്രുപൂജ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചെയ്യുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയിക്കും. സിജുവിനെ സംബന്ധിച്ചിടത്തോളം സിജു സംഘടനാ മേഖലയിലൊക്കെ വളരെ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം സിവിൽ സ്റ്റേഷനിലൊക്കെ ഒരു അസോസിയേഷന്റെ പരിപാടികളുമായൊക്കെ പുറത്തു നിൽക്കുമ്പോൾ നാട്ടുകാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സിജു ഓടിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ ഒരുപാട് പ്രയത്നിച്ച ഒരു ആൾ കൂടിയായിരുന്നു ശ്രീ സിജു. ഏതായാലും സിജുവിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങൾ അസോസിയേഷന്റെ ആളുകളൊക്കെ നിരന്തരം ബന്ധപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങളും അതുപോലെ ഏത് രീതിയിലുള്ള പ്രവർത്തനമൊക്കെ ഞങ്ങൾ നടത്തുന്ന അദ്ദേഹം ഞങ്ങൾ കൈവിട്ടു പോയിട്ടുള്ളത്. നല്ല മനുഷ്യസ്നേഹി, സംഘടനാ പ്രവർത്തകൻ, എല്ലാ നിലക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ നിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ അനുശോചനം. സംഘടനാ രംഗത്ത് ഒരു വലിയ നഷ്ടമാണ് സിജുവിൻ്റെ മരണം കൊണ്ട് സാധിച്ചത്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത. വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്നതൊക്കെ. എൻ്റെ വളരെ അടുത്ത ബന്ധു ആണെങ്കിൽ പോലും സിജുവുമായി ആത്മബന്ധം കൂടുതലുണ്ടായത് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷമാണ്. അതിനുശേഷം എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, എൻ്റെ ആവശ്യത്തിനും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ. നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ സ്റ്റേഷനിലേക്ക് ഏത് ആവശ്യത്തിനും ധൈര്യപൂർവ്വം ആളെ അയക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം. രാഷ്ട്രീയപരമായി എവിടെയെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നമുണ്ടെങ്കിലും വിളിച്ചതിനെപ്പറ്റി ദീർഘനേരം ചർച്ച ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് മേഖലകൾ, ഒരുപക്ഷെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഇല്ലാത്ത കലാമേഖല, പാട്ടുകാരുടെ ഒരു സൗഹൃദവേദി, കളിക്കാരുടെ ഒരു സൗഹൃദവേദി, വലിയ സൗഹൃദം
നിറഞ്ഞ സൗഹൃദം, ഇങ്ങനെയൊക്കെ വേറിട്ട വ്യക്തിത്വമായിരുന്നു സിജുവിൻ്റേത്. ഇവിടെ നിന്ന് ഒരുപക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക് പോലും ഇത്രയേറെ വലിയ സുഹൃബന്ധവും ഇത്രയേറെ ആളുകളുമായി ആത്മബന്ധവുമുള്ള ആളാണ് സിജു എന്ന ഒരു തിരിച്ചറിവ് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. കാരണം കോഴിക്കോട്ടിലെ ഭരണസ്ഥിരാ കേന്ദ്രത്തിലെ ഏതാണ്ട് എല്ലാ ആളുകളും പല ജില്ലകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു പോയ ആളുകളുമൊക്കെ ഇന്നലെയും ഇന്നുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഏതൊരു വേർപിരിയലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്. ഈയൊരു വിടവ് ഒരുപക്ഷെ നമ്മൾക്ക് പെട്ടെന്ന് നികത്തിയെടുക്കൽ പ്രയാസകരമാണ്. ഏതായാലും വിധിയോട് ചേർന്നേ മതിയാവൂ എന്നുള്ളതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ സിജുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഏതാണ്ട് ഒരു മാസം മുമ്പ് അദ്ദേഹം ഞാൻ ആവശ്യത്തിനിവിടെ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം പറയാൻ വിളിച്ചപ്പം ശബ്ദം തീരെയില്ല. ഞാൻ എന്താ നീ റേഞ്ചില്ലാത്ത സ്ഥലത്താണ്. അപ്പോൾ പറഞ്ഞോട് റേഞ്ചില്ലായിട്ടില്ല, എൻ്റെ റേഞ്ച് കുറഞ്ഞതാണ്, എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, തീരെ ശബ്ദമില്ല. അപ്പോൾ മലബാർ ഹോസ്പിറ്റലിലാണ് വളരെ ഞെട്ടലോടെയാണ് സിജുവിൻ്റെ വേർപാട് രാത്രി 10 മണിക്ക് അറിഞ്ഞത്. എൻ്റെ ഓഫീസിൽ വിവിധ മേഖലകളിലേക്ക് മാറി വിവിധ കോളേജുകളിൽ പഠിച്ചു. സിജു ഭയങ്കര ഓർമ്മശക്തി ഉള്ള ഒരാളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. വളരെ ജനറൽ നോളജിലൊക്കെ അതീവ മിടുക്കനായിരുന്നു. അങ്ങനെ ആദ്യത്തെ തവണ തന്നെ പരീക്ഷ എഴുതിയപ്പോൾ അദ്ദേഹത്തിന് PSC ജോലി കിട്ടിയത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നേരത്തെ ഗവൺമെൻറ് ജോലി കിട്ടിയത് സിജുവിനാണെന്നാണ് ഞങ്ങളുടെ ബാച്ചിലെ ഒരു ഓർമ്മ. തുടങ്ങുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു പഞ്ചായത്ത് അംഗം എന്ന നിലയിലും സാധാരണക്കാരുടെ പല വിഷയങ്ങളുമായി സിവിൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരികയാണ്. നേരത്തെ